ഞങ്ങൾ ഇറങ്ങുവാന്നേ. ആ ശാന്തമ്മ ഇവിടെ ഉണ്ടാവും. ഓരോന്ന് പറഞ്ഞ് അവളുമായിട്ട് വഴക്ക് കൂടണ്ട. നീയൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ ഒരു വഴക്കാളിയാക്കും. അതാണല്ലോ പതിവ്. വഴക്കൂടി ഇവിടുത്തെ ഗ്ലാസും പ്ലേറ്റും ഒന്നും എറിഞ്ഞുടയ്ക്കാൻ നിൽക്കണ്ട. അച്ഛാ ആ ഞങ്ങളേ വരാൻ കുറച്ച് ലേറ്റ് ആവും. അച്ഛൻ വൈകിട്ട് പുറത്ത് പോവാണെങ്കിൽ വീട് പൂട്ടി ചാവി അപ്പുറത്ത് കൊടുത്തേക്കണേ. ആ ആയിക്കോട്ടെ. ഇന്നലത്തെ പോലെ ഞങ്ങളെ വരാതെ കിടത്തരുത്. ഇല്ലടാ. പിന്നെ പോകുന്ന വഴിക്ക് വല്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്നേലും ഒക്കെ കാണും. അതിനായിട്ട് വഴിക്ക് വിട്ടു. അന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഉപദേശം അങ്ങോട്ട് എഴുതി ഒരു പേപ്പർ ഇങ്ങോട്ട് താ. അപ്പൊ പിന്നെ ഞാൻ മറക്കുകയല്ലോ. ഒന്ന് പോടാ പോയി. ഉപദേശക്കാർ വന്നേക്കും എന്നോടെ. ശാന്തമോ, നിനക്ക് എന്നാണ് എന്നോട് ഇത്ര കലിപ്പേ? ഒരു പഞ്ചപാവം വന്നേക്കണ്. വേണ്ടാത്തടത്താണ് എപ്പോഴും ആളുടെ കണ്ണും നോട്ടൊക്കെ. എന്നാ നീ എന്നാന്ന് പറഞ്ഞേ? ഞാൻ കേട്ടു. നീ ആരുടെ പൂരവരമ്പയോ? ഒന്ന് പോയടെ ഇവിടുന്ന്. നിന്നെ പോലത്തെ പെണ്ണൊക്കെ ഒരു വിചാരമുണ്ട് എന്നെ പോലുള്ള ആണുങ്ങൾ ഇവിടെ ഞരമ്പുരോഗികളാണെന്ന്. അയ്യേ, പഴയ കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ല ഇനിയുള്ള കാലം വഴിയെണ്ണേണ്ടി വരും. ഒന്ന് പോ ശാന്തമേ അവിടുന്ന്. അവിടെ ഒരു തമാശ. ഇതെങ്ങട്ടാണ് മുറിഞ്ഞ കാലം വെച്ച്? നിനക്ക് എന്നൊക്കെ അറിയണം. പിന്നെ ഉച്ചക്കുണ്ടാ ഞാനുണ്ടാവും. കൂടെ ചിലപ്പോ പൈലപ്പനും കാണും. ഇച്ചിരി മാങ്ങാച്ചമന്തി കൂടെ അരച്ചേക്കണേ. ഇവിടെ മാങ്ങിയൊന്നുമില്ല. വളംപുളിയായാലും മതിയേ. വയസ്സാകും തോറും വെയിറ്റ് കൂടി വരാനുള്ള ഉപ്പൻ ചേട്ടാ. ഇതൊരു മാതിരി മഞ്ചലയെ കൊണ്ടുപോകുന്നുണ്ട്. എടാ എന്തായാലും 5-8 വയസ്സ് ഇളയല്ലേ നീ? നല്ല ആരോഗ്യമുണ്ട്. എന്നെ അങ്ങോട്ട് വെച്ച കുട്ടിയാലെന്താ ഒരൊറ്റ പേടെ വിട്ടും. സിത്താര കൊച്ചു വരുന്നുണ്ട്. നീ ഓഫീസിലേക്കല്ലേ ഇന്നെ എത്ര നേരത്തെ? ഞാനെന്നും ഈ നേരത്തല്ലേ പോകുന്നേ. അച്ഛന്റെ കാലിന് എങ്ങനെയുണ്ട്? ഓ അതൊക്കെ അങ്ങനെ കിടക്കും. ആ പിന്നെ എന്റെ പെൻഷൻ ക്യാഷ് കിട്ടിയായിരുന്നു. അത് നിന്നെ ഏൽപ്പിക്കാൻ വന്നാ. വീട്ടിലേക്കല്ലേ? അമ്മയുടെ കൊടുത്തേരെ. ഓ അത് ശരിയാകുമല്ലോ. അവളോട്ട് കൈ വാങ്ങത്തുമില്ല. പിന്നെ ആ അവിഞ്ഞ മോന്ത കാണേണ്ടിയും വരും. കൂടെ പൈലപ്പൻ ചേട്ടനുണ്ടല്ലോ, കൊടുത്തോളും. എന്റെ ബസ് പോവച്ച അതുകൊണ്ട് അമ്മ വാങ്ങിച്ചോളും. ചെല്ല്. പിന്നെ എന്നാ ഞാൻ കൊടുക്കുകയല്ലേ. പണ്ടെങ്ങാണ്ടോ ചെയ്തൊരു പോക്കണം കേട്ടിന് ഇങ്ങനെയുണ്ടോ പെണ്ണുമ്പിളുടെ ശിക്ഷ? ജീവപര്യന്താണേ 14 വർഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോ അതിനെക്കാട്ടിലും കൂടുതലായില്ലേ? ഇതേ ഞാനും കെട്ടിയോളും തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഇതിനകത്ത് കയറി കൂടുതൽ ഒരുപാട് അങ്ങോട്ട് അഭിപ്രായിക്കണ്ട. ഇതെന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കേസല്ലേ. പിന്നെ അതെ നീ വണ്ടി നിർത്തിയിട്ട് അവളെയും വിളിച്ചേ. ടീച്ചറേ, സാവിത്രി ടീച്ചറേ, ദേ പപ്പൻചാട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ പൈലപ്പന. ഇങ്ങനെ ഡോക്ടറെ കണ്ടായിരുന്നോ? വലിയ മുറിവാണോ? എന്നോടാണ് ചോദിക്കുന്നത് ടീച്ചറെ. വടി പോലും നിൽക്കുമല്ലേ, നേരിട്ടൊക്കെ ചോദിക്കാൻ മേലേ. ഞാൻ കൊടുത്തവള് മേടിക്കലെന്ന് അറിയില്ലേ? സിത്താരുടെ കയ്യിലല്ലേ കൊടുക്കുന്ന എപ്പോഴും? കൊച്ചെവിടെ തരാൻ പറഞ്ഞേ? എടാ പൈലപ്പോ, ആ ജാതി പറിക്കാറായി കിടക്കാണല്ലോ. ആണോ? പണിക്കാരെ ഒന്നും കിട്ടി കാണുകയില്ലായിരിക്കും. കാണത്തില്ലായിരിക്കും. പറമ്പിലാണെ പുല്ല് കയറി മുടിഞ്ഞു കിടക്ക. നാളെ ആ കുട്ടനോട് ആന്റപ്പനോട് പണിക്ക് നിൽക്കാൻ പറ. ഇങ്ങനെ ചായ വേണോന്ന് ചോദിക്കേ? വേണ്ട, എനിക്ക് എന്നാണേലും വേണം ടീച്ചറെ. സ്മോൾ ടീ. അതെ പപ്പൻചേട്ടാ, എല്ലാ മാസവും പെൻഷനും തുക മുടങ്ങാതെ പപ്പൻചേട്ട ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ടീച്ചറിന് പെൻഷൻ ഉള്ളതല്ലേ, അതല്ലേ ഇങ്ങോട്ട് തരാത്തെ? ഞാൻ കാരണമല്ലേടാ അവള് ജോലി രാജിവെച്ചത്. അതും 10-12 കൊല്ലം സർവീസ് ബാക്കിയുള്ളപ്പോ. അതുകൊണ്ട് അവൾക്ക് മിനിമം പെൻഷനേ ഉള്ളൂ. അവൾ എത്ര ഗർവിച്ചാലും മാസം ഇതിവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടുകയല്ല. അതാ എന്നാ പിടിച്ചോ. പറഞ്ഞല്ലേടാ, എന്നാ പിടിച്ചോ. ഇവിടെ വീട്ടിലോട്ട് കൊണ്ടോ ഒക്കെ. ബാക്കി കൈ വെച്ചോ. സർ ഞാൻ എത്ര തവണ ഇവിടെ വരുന്നു? ഓരോ തവണയും ഓരോ എക്സ്ക്യൂസസ്. ഞാൻ എന്ത് ചെയ്യാനാ? തിരുവനന്തപുരം ഓർഡർ വരണ്ടേ? നിങ്ങൾ സാറിന് ഒന്ന് കാണും. ഏത് സർ? ഇപ്പൊ അകത്തേക്ക് പോയില്ലേ ആ സാറ്? ഏരിയ മാനേജറാ. ടോയ്ലറ്റ് കയറിയായിരിക്കും. ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. സാറിനെ കാണാൻ. ആ ലേഡി അല്ലേ?
വരാൻ പറ. അല്ല സർ 11 മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്യട്ടെ. ആ ലേഡിയോട് വരാൻ പറ ആദ്യം. ഓക്കെ സർ. വരൂ വരൂ. ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ ദിവ്യ. എൻ്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ. MK മുരളീധരൻ. ഓ, മുരളി സാറിന്റെ മോളാണോ? ആ. എനിക്കറിയാമല്ലോ. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ ഒരു ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്. ഇപ്പം 6 മാസം കഴിഞ്ഞു. അറിയാം. മരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ വരെ ഒത്തില്ല. ലീവിലായിരുന്നു. അതാ നമ്മളെ അമ്മയെ ഒന്ന് കാണാൻ പറ്റാതെ പോയത്. സർ, അതിൻ്റെ ക്ലെയിം ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല. ഈ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ കിട്ടാനുണ്ട്. അന്വേഷിക്കുമ്പോൾ ഒരു ഫയൽ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. ഓരോ സാങ്കേതികത്വം പറഞ്ഞ് തട്ടിക്കളിക്കുക. ഛേ, മോശമായി പോയല്ലോ. ദിവ്യക്ക് നേരത്തെ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എനിക്ക് സാറിനെ പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഏതായാലും പരിചയമില്ലേ. ഇനി എത്രയും പെട്ടെന്ന് ദിവ്യയുടെ പേപ്പർ ശരിയായിക്കോളൂ. ഓക്കെ? താങ്ക് യു സർ. ദിവ്യക്ക് കുടിക്കാൻ കോഫിയോ? ഒന്നും വേണ്ട സാർ. ഏയ്, ഇവിടെ നോ ഫോർമാലിറ്റീസ്. ഓക്കെ സർ. 2 കോഫി. ദിവ്യ എന്നാ ചെയ്യുന്നു? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. കൊള്ളാമല്ലോ. ഇതാ ബദമാണ്, എടുത്തോളൂ. കമോൺ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കും. യു ലുക്ക് സോ പ്രിറ്റി. താങ്ക് യു സർ. സാറ് വന്നോളൂ. ആ, വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം തന്നാ ലേഖല്ലേ, ആ. അതൊട്ടും ശരിയാവത്തില്ല. കക്കൂസിൽ ഇറങ്ങാൻ സമയമില്ല. ഷേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല, ഇപ്പൊ 3 തരം ലേഹ്യമല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപം പറഞ്ഞതോ? അത് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കുമല്ലോ സാറേ. ആ, ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? അത് ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയില് ഒരുപാട് മരുന്നുകളുണ്ട്. ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അത് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കശർപ്പുണ്ടാവും, സാരമില്ല. തേന് ചരച്ച് കഴിച്ചാൽ മതി. അയ്യോ, എനിക്ക് അലർജിയാ. തേൻ അലർജിയോ? അതാദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ, എങ്കിൽ റമ്മ ബെസ്റ്റ്. അതാകുമ്പോൾ വീര്യം കൂടും. റമ്മ മതി. പാല് മതിയോ? എന്തിന്? അല്ല, ഞാൻ മദ്യപിക്കുകയല്ല. ഓ, താനെന്തൊരു ജന്മമാണ്. പച്ചക്ക് ഈ ലേഹ്യം മാത്രം വലിച്ചു വാരി തിന്നിട്ട് കുറ്റം എനിക്കും എന്റെ ലേഹ്യത്തിനും. എടോ, വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം, അതൊരു ഉത്തേജകമാടോ. 37 വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത കിഴങ്ങൻ. എടോ, പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണോ? ഏയ്, ഭാര്യ അടുത്തൊന്നും ചെലവാകല. അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവൾ മുട്ടം കലിപ്പില്ല. ഡയാനയ്ക്ക് കുഴപ്പം കാണത്തില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ബീറൊക്കെ കഴിക്കും. അതാരാ ഡയാന? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ സെറ്റപ്പ് അല്ല. ദാ താൻ ചെല്ലേ. അപ്പോ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു പെഗ്ഗിൽ തുടങ്ങി. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കള്ള. അയ്യോ വിവേകാനന്ദ, 500 പോരാ, ഉപദേശമില്ലേ? പോയിട്ട് ആഞ്ജനേയ സ്വാമി. ചേട്ടാ, ഒരു കുപ്പി റമ്മ. അതെ, ചെറിയ കുപ്പി. സത്യം പറയടി, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് അയാൾ വീട്ടിൽ വന്നത്? അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. നീ ഉറങ്ങായിരുന്നില്ലേ? പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്ന്? അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു. സോറി സാർ. എന്തോന്ന് സോറി? മനുഷ്യരെ മെനക്കെടുത്താൻ ആദ്യമായിട്ടാണോ സിനിമയില്? അല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാ. സോറി. എന്താ എന്റെ പേര്?
ഡയാന. ആ ശരി, ഓഫ് ചെയ്തോ? ഓ സർ. ഓക്കെ, വൺ മോർ ടേക്ക്. ഏതാ? ഒരു കുപ്പി റമ്മ്. ബ്രാൻഡ് പറ. ബ്രാൻഡ് നല്ലതെടുത്തു. ഉള്ള ഹാഫാ? ഹാഫ് മതി. അല്ല, ഫുള്ളാക്കി എടുത്തു. ഫുള്ളിന് എത്ര? അല്ല, ഗ്യാസ് വേറെ ഗ്യാസ് പറ, ഉണ്ടാവും. വേഗം പറ. ബിയറിനല്ല ഗ്യാസ് ഉള്ളത്. നല്ല ഗ്യാസ് ഉള്ള ബിയർ. ശരി. എത്രയാ? 1260. 1260. 60. ഇത് ബിയർ. അതെ അതെ, ഇത് ബിയർ, അത് റമ്മ്. ആരെ വിളിച്ചോണ്ടിരുന്നേ? വെറുതെ ഡയറക്ടറിന്റെ തെറി കിട്ടും. ഓ, എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴും ഉള്ളതാ ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റും. ഹലോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. എന്നാ പറ്റിയേ? ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു, അതാ വിളിച്ചപ്പോ കട്ട് ചെയ്തേ. വിവേക് വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ എപ്പോ എത്തും? രാത്രി 9 മണിയോ? ഷോർട്ട് റെഡി വെച്ചല്ലേ. വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, ഇനി മറക്കണ്ട. ആ വിവേകാനന്ദ, അപ്പൊ മറ്റേ ലേഹ്യം വേണ്ട? മറ്റേ ലേഹ്യം അതിന് വരാം. ഈ ചൂർണം അവസാനത്തെ കണ്ടില്ലേ? ഞാൻ മറ്റേ ലേഹ്യം അടിക്കുന്ന കാര്യം താൻ എന്നാ തന്നെ ഡോക്ടർ പറഞ്ഞു. താൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടേ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. എനിക്ക് അയാളെ നല്ല വിശ്വാസ, അനുഭവം കൊണ്ട് പറയുന്നതാ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട, ഏത് ചെറിയ സാധനവും വലുതാക്കും. സാറ് വന്നേ? ഞാൻ സാറിനെ നോക്കി നിക്കണാണ്. ജോണിച്ചായ പണിക്കൊന്നും പോയില്ലേ? എവിടുന്ന്? 2 ദിവസമായിട്ട് ബോട്ടുകാർ സമരത്തിലാണ്. അല്ലേ തന്നെ എന്നെ അവന്മാർ അടുപ്പിക്കൂല. ഞാൻ കണ്ടത് പറയും. അവന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പിടിക്കണ. വേണ്ട. ആ നടക്ക. ലില്ലി ഉണ്ടാകത്ത് അമ്മ ഡൈപ്പർ മാറ്റണാണ്. പീറുണ്ടോ? കർത്താവേ, സാർ അടി തുടങ്ങിയ. ഞാനാണ് പച്ചക്ക് നിൽക്കണാണ്. ഏതൊരു മരുന്നിനുള്ള? ഇതെല്ലാം മരുന്നാണ്, സാറിനറിയാൻ പാടില്ലാട്ടാണ്. ഗ്ലാസ് റെഡി, നമ്മ കഴിച്ചിട്ട് തുടങ്ങാന്നേ. സാറേ അങ്ങനല്ല ഞാൻ അത് ശരിയാകത്തില്ലെന്ന്. സാർ വന്നായിരുന്നാ? എന്താണ് ഒരു പരിങ്ങല്? സാറേ, ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളും. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ, ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ആ ശരി. അതെ, വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചു വെച്ച് പാതിരേക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ, ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോണിച്ചായ? എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേക്ക് വരാം. സാറ് ഞാൻ ടച്ചിങ് വേണം പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം പൊളിയാക്കണ്ടേ? എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. എന്നായാലും ഡയാന വരാൻ ലേറ്റോ. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ വെക്കണ്ട, ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. വെറുതെ കൊതിപ്പിക്കാൻ. അമ്മ, ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസമില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ? ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു അരമണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും. ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു. 1.5 കോടി രൂപയൊക്കെ തരാൻ പാർട്ടി റെഡിയാണ്. 4-5 സെന്റല്ലേ ഉള്ളു. അവർ പഴയ കെട്ടിടം അവരിത് ഇടിച്ചു പൊളിച്ച് കളയും. സാറാടെ എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി? അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കണത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താടിന്റെ ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണി ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം.
എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കൂട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി ഈ കച്ചവടം നടന്ന എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്ന് കിട്ടുമായിരുന്നു. ഓ അപ്പൊ അതാണ്, അല്ലാതെ മമ്മിയോടുള്ള സിമ്പതി അല്ല. സ്വന്തം കാര്യം. അത് പച്ചക്ക് എന്നിട്ട് എന്താണ് ഇടങ്ങേറി സാറാ ഫ്രിഡ്ജും തുറക്കാൻ 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. സാറിന് വിളിക്കട്ടെ? വേണ്ട തുടങ്ങാമേ. വേണ്ടാന്നേ, അതൊന്നും ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു തോന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ സഹതി പൊളിയാണല്ലേ. അത്